അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുവർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടിയെ ഒഴികെ മറ്റുള്ള മുഴുവൻ സൃഷ്ടികളെയും അല്ലാഹു നശിപ്പിക്കുകയും ആ കുട്ടിയെ സ്വർഗീയ ലോകത്ത് മലക്കുകൾക്കൊപ്പം താമസിക്കുകയും ചെയ്തിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വീണ്ടും ഒരു സൃഷ്ടിപ്പിന് ഒരുങ്ങുകയാണ്. മലക്കുകൾ വളരെയധികം അത്ഭുതത്തോടെ ചോദിച്ചു അത്രേ, അല്ലാഹുവേ, നീ ഇതിനു മുമ്പ് സൃഷ്ടിച്ച ജിന്നുവർഗത്തിലെ ആൾക്കാർ അവർ രക്തം ചീന്തുകയും കുഴപ്പങ്ങളുണ്ടാക്കുകയും ചെയ്തില്ലേ, അതേപോലെ ആകുമോ ഇതും എന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, നിങ്ങളെക്കാൾ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് ശേഖരിക്കുകയും പാറകളിൽ നിന്നും മലനിരകളിൽ നിന്നും കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും പുഴയോരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിനെ ഒരുമിച്ച് കൂട്ടുകയും തൻ്റെ സ്വന്തം കൈകൊണ്ട് അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപം പൂർണ്ണ ഒരു മനുഷ്യൻ്റെ യുവത്വത്തിലുള്ള രൂപത്തിലേക്ക് പൂർണ്ണതയിലേക്ക് നിർമ്മിക്കുകയും ചെയ്തു. ഇത് ആ ജിന്നുവർഗത്തിൽ നിന്ന് നശിപ്പിക്കാൻ നേരം ബാക്കി വെച്ച ആ പിഞ്ചു കുഞ്ഞ് അത് വളർന്നു വലുതായി അത് മലക്കുകളുടെ നേതാവായി വിലസുന്ന കാലഘട്ടമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ ഈ സംഭവം അറിഞ്ഞ പിന്നെ അവന് വല്ലാത്ത എന്തോ ഒന്ന് മനസ്സിലേക്ക് കടന്നുകൂടി. ലോകത്ത് ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി കഴിഞ്ഞുകൂടവേ മലക്കുകളുടെ നേതാവായി കഴിഞ്ഞുകൂടുന്ന അവനൊരു ഭീഷണിയാകുമോ ഈ സൃഷ്ടിപ്പ് എന്നവൻ വിചാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി അവൻ വന്നു. പുറമേ നോക്കുമ്പോൾ ചെളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു രൂപം മാത്രമായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവൻ വന്നു പതുക്കെ കൊട്ടിനോക്കി. മുഴക്കമുള്ള ശബ്ദം കേൾക്കാം. മാത്രവുമല്ല, അതിൻ്റെ ഹോളുകൾ കണ്ടപ്പോൾ അവൻ അതിലൂടെയൊക്കെ കയറിയിറങ്ങുകയും ചെവിയിലൂടെ കയറിയിറങ്ങി ഇപ്പുറത്തെ ചെവിയിലൂടെ വരികയും തീ കൊണ്ട് സൃഷ്ടിപ്പായതിനാൽ അവൻ യാത്ര ചെയ്യാനുള്ള കഴിവ് അല്ലാഹു നൽകിയതിനാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിയിറങ്ങി പുറത്തു വരികയും ഇത് വളരെയധികം ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സൃഷ്ടിപ്പാണെന്നും വളരെയധികം നിസ്സാരമാണെന്നും അവൻ കരുതാൻ തുടങ്ങി. എങ്കിലും ആ ഒരു സൃഷ്ടിപ്പ് കണ്ടതിൽ പിന്നെ അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. മാത്രവുമല്ല, അതിനെ കാണുന്തോറും അവന് ഭയം വർദ്ധിക്കാനും തുടങ്ങി. നമുക്കും അങ്ങനെയാണല്ലോ, ശവശരീരം കാണുന്തോറും ഒറ്റയ്ക്ക് നമ്മൾ കാണുന്തോറും നമുക്ക് ഭയം വരുന്നതിനെ പോലെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരം കാണുന്നോറും അവന് ഭയം തോന്നി. അങ്ങനെ അവൻ സ്വയം പറയാൻ തുടങ്ങി, ഞാനാണ് നിന്നേക്കാൾ നല്ലവൻ, നീ എന്നേക്കാൾ പദവി കുറഞ്ഞവനാണ്, ഞാനാണ് നിന്നേക്കാൾ ബെറ്റർ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ് ഞാൻ, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനും ഞാൻ, നിന്നേക്കാൾ എന്തായാലും നല്ലതാണ് ഞാൻ. അങ്ങനെ മലായികകൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു കൂട്ടുകയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ യുവത്വത്തിലുള്ള 60 അടി ഉയരത്തിലുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൂർണ്ണമായ എല്ലാ വിജ്ഞാനങ്ങളും നിറച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ ഊതുന്നത്. റൂഹിനെ ഊതുമ്പോൾ റൂഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ ആദമിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ. അപ്പോൾ റൂഹ് അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ, എനിക്ക് ഈ ആദമിൻ്റെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി ഭയം തോന്നുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനാണ് നിനക്ക് ഭയം തോന്നുന്നത്. അങ്ങനെ എന്തായാലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തലയിലൂടെ റൂഹിനെ കയറ്റുകയും ആദ്യം ബുദ്ധിയിലേക്ക്, പിന്നെ കണ്ണുകളിലേക്ക്, പിന്നെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക്, അങ്ങനെ മജ്ജയും മാംസവും എല്ലാം ഉണർന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണു തുറന്നു. അങ്ങനെ മലായികകളെ മുഴുവനുള്ള
സദസ്സിലേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരികയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തപ്പോൾ വളരെ വ്യക്തമായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരം നൽകുകയും മലക്കുകൾ അജ്ഞരായി നിലകൊള്ളുകയും ചെയ്തു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികങ്ങളോടും ജിന്നുകളുമുള്ള ആ സദസ്സിലേക്ക് പറഞ്ഞത്, നിങ്ങളോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വന്ദിക്കുക. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലായികങ്ങൾ മുഴുവൻ വന്ദിക്കുകയും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാത്തത് എന്താണ് കാരണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ലഅനത്തുല്ലാഹി അലൈഹി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ ഞാനാണ്. അവൻ വെറും മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതല്ലേ, ഞാൻ തീ കൊണ്ടാണ്. അങ്ങനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാനല്ലേ അവനേക്കാൾ നല്ലത്? അങ്ങനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച അവനെ എങ്ങനെയാണ് ഞാൻ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ച ഞാനാണ്,